കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഉദ്യോഗസ്ഥ അലംഭാവം കാരണം അരക്കോടിയുടെ തിരുവില്ലാമല മിനി സിവിൽ സ്റ്റേഷൻ നവീകരണം മുടങ്ങി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ എസ് നായർ വിജിലൻസിൽ പരാതി നൽകി. അരക്കോടിയിലധികം തുക വകയിരുത്തിയ തിരുവില്ലാമല പഞ്ചായത്തിലെ മിനി സിവിൽ സ്റ്റേഷൻ നവീകരണ പദ്ധതി ഉദ്യോഗസ്ഥ അലംഭാവം കാരണം മുടങ്ങി. LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പദ്ധതിക്ക് തുരങ്കം വെക്കുന്നതെന്നാണ് പ്രധാന ആരോപണം. ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വിജിലൻസിൽ പരാതി നൽകി. 2023-24 സാമ്പത്തിക വർഷത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും തിരുവില്ലാമല ഡിവിഷൻ മെമ്പറുമായ ദീപ എസ് നായർ 40 ലക്ഷം രൂപയാണ് മിനി സിവിൽ സ്റ്റേഷൻ നവീകരണത്തിനായി ആദ്യം ഫണ്ട് അനുവദിച്ചത്. വിപുലമായ നിർമ്മാണ ഉദ്ഘാടനവും നടന്നിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിൽ പദ്ധതിയിലേക്കായി 20 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ സ്ഥലം മാറി വന്ന പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിർവഹണം തടസ്സപ്പെടുത്തി. തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി 2.5 ലക്ഷം രൂപ വകയിരുത്തി എഞ്ചിനീയറിംഗ് കോളേജ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഉന്നതതല സംഘത്തെ കൊണ്ട് കെട്ടിട പരിശോധന നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ടും പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം പദ്ധതിയുമായി മുന്നോട്ടു പോകാത്ത സാഹചര്യത്തിലാണ് ഡിവിഷൻ മെമ്പറും സ്ഥിരം സമിതി അധ്യക്ഷയുമായ ദീപ എസ് നായർ വിജിലൻസിൽ പരാതി നൽകിയത്. ഉദ്യോഗസ്ഥ അലംഭാവം തിരുവില്ലാമലയുടെ വികസന സ്വപ്നങ്ങളെയാണ് തകർക്കുന്നത്. ഇത്തരം നിലപാടുകൾക്ക് പിന്നിൽ ബാഹ്യ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നും അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. ഫണ്ടുണ്ടായിട്ടും തുടർ നടപടികൾ സ്വീകരിക്കാത്ത പഞ്ചായത്ത് ഭരണസമിതിയും വികസനത്തിൽ നിന്നും പുറകോട്ടു പോകാൻ കാരണമെന്തെന്ന ചോദ്യം പൊതുസമൂഹവും ഉയർത്തുന്നു.